വിദ്വേഷ പ്രസംഗത്തിൽ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് ഇന്ന് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകണം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കുമാർ അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ കഴിഞ്ഞ ദിവസമാണ് ശേഖർ കുമാർ യാദവിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റിസ് ശേഖർ യാദവിന്റെ വിവാദ പ്രസംഗത്തിൽ സുപ്രീം കോടതി നേരത്തെ തന്നെ അലഹാബാദ് ഹൈക്കോടതിയോട് വിശദീകരണം തേടിയിരുന്നു. ഡിസംബർ 10 വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ചടങ്ങിലാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വിവാദ പ്രസ്താവന നടത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് തന്നെ ചേരുന്നു. ആന്റണി, ഇത്തരത്തിൽ ഇന്ത്യ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം ഭരിക്കപ്പെടും എന്ന രീതിയിൽ, അതുപോലെ തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിരവധി പ്രസ്താവനകൾ അന്ന് ഈ VHP നടത്തിയ ഒരു ചടങ്ങിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഈ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു പദവിയിലിരിക്കുന്ന ആളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവാദപരമായ, ഇത്തരത്തിലുള്ള വിദ്വേഷപരമായ പ്രസ്താവനകൾ വരുന്നു എന്നത് ആശങ്കയോടെ വേണം നോക്കിക്കാണാൻ. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാജരായേക്കുമോ? എന്താണ് മറ്റ് വിവരങ്ങൾ? തീർച്ചയായും ശേഖർ കുമാർ യാദവിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമാണ്. ഈ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതി കൂടുതൽ നിലപാട് കടുപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് കൊളീജിയത്തിന് മുന്നിൽ തന്നെ ഹാജരാകാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ കൊളീജിയത്തിന് മുന്നിൽ ഹാജരായി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തി എന്നുള്ളതിൽ വിശദീകരണം വേണമെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഇന്ന് ശേഖർ കുമാർ ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കൊളീജിയം ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജഡ്ജിക്കെതിരെ നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് വിശദീകരണം നൽകും ഇക്കാര്യത്തിൽ. ഏതായാലും വലിയ പ്രതിഷേധമാണ് ശേഖർ കുമാർ യാദവിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത്. കാരണം ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പറ്റാത്ത ഒരു വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനെതിരെ കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിക്ക് കത്തെഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജഡ്ജിയോട് വിശദീകരണം തേടുകയും അതുപോലെ തന്നെ അലഹബാദ് ഹൈക്കോടതിയോട് വിശദീകരണം തേടുകയും ഒക്കെ സുപ്രീം കോടതി ചെയ്തിരുന്നു. അതിൻ്റെ അടുത്ത പടി എന്ന നിലയിലാണ് ഇപ്പോൾ കൊളീജിയം തന്നെ ഈ ശേഖർ കുമാർ യാദവിനെ വിളിച്ചു വരുത്തി ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം വേണമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിലാണ് ഇത്തരത്തിൽ ഈ മോശം പരാമർശങ്ങൾ, വിദ്വേഷം ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഈ അലഹബാദ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഭരിക്കപ്പെടും, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരായ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസ്താവനകളും ഈ ജഡ്ജി നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അടക്കം നൽകുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇന്ന് ഈ ശേഖർ കുമാർ യാദവ് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ആന്റണി.